ഈ ഫേസ്ബുക്കിലൊക്കെ നേരത്തെ താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള അവർ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം പ്രചരിക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട്. ഈ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം അതിന് താഴെ വരുന്ന മലയാളികളുടെ കമന്റ് അത് ഈ മതപരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇപ്പോൾ രാജ്യം പറഞ്ഞതുപോലെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഒരു സംശയവുമില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള തീവ്രതയും പ്രോത്സാഹിപ്പിക്കരുത്. ഇനി കണ്ടോന്നറിയില്ല, ഇന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വിട്ടിട്ടുണ്ട്. ഇന്നലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, അതായത് ഇന്ത്യക്ക് ഡൽഹി പോലെയാണ് ഇസ്ലാമാബാദ്, അവിടുത്തെ ഏറ്റവും പ്രധാന പള്ളിയാണ് ലാൽ മസ്ജിദ്. ആ ലാൽ മസ്ജിദിലെ ഇമാമായ ഖാസി, അബ്ദുൽ ഖസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്, ഇന്ത്യയാണ് ശരി. ഓർക്കുക, പാകിസ്ഥാനുള്ളിൽ നിന്ന് പറയുകയാണ്, ഇന്ത്യയാണ് ശരി, പാകിസ്ഥാനാണ് തെറ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിങ്ങൾ എത്ര പേര് പാകിസ്ഥാനെ പിന്തുണയ്ക്കെന്ന് പറയും. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, 2-3 പേരെ കൈവെക്കുന്നുള്ളൂ. എന്നിട്ട് പറയുന്നു, നന്നായി, നിങ്ങൾക്ക് ബോധമുണ്ട്, യുദ്ധം ചെയ്യരുത്, കാര്യം ഇന്ത്യയാണ് ശരി, പാകിസ്ഥാനാണ് തെറ്റ്. പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ്. അദ്ദേഹം വസീറിസ്ഥാനിലെ കാര്യം പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഖൈബർ പാക്തൂൺ മേഖലകളിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് അതിക്രമം കാണിക്കുന്നത്, ഇന്ത്യ അല്ല. അപ്പൊ അതേപോലെ സെൻസിബിൾ വോയിസസ്, സത്യത്തിന്റെ വോയിസസ്, നന്മയുടെ വോയിസസ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ പോസിറ്റീവ് ചെയ്യാൻ കഴിയണം. 2, നമ്മുടെ നാട്ടിൽ ആരതി എടുത്ത നിലപാടെന്താ, ഹിമാൻഷി എടുത്ത നിലപാടെന്താ, മേജർ രവി എടുത്ത നിലപാടെന്താ, ഈ നിലപാടുകളെല്ലാം നമ്മളെ ഒരുമിപ്പിക്കുന്ന നിലപാടാണ്. അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റണമെന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ താല്പര്യം. ആ താല്പര്യത്തിന് നമ്മൾ വീട് കൊടുക്കരുത്. മതം നോക്കി കൊല്ലാൻ അവർ തീരുമാനിക്കുമ്പോൾ മതം നോക്കാതെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിയണം.